ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? കേട്ടോ? അപ്പൊ അള്ളാഹുവിന്റെ ഓർമ്മശക്തി, എനിക്ക് അള്ളാഹുവിനെ മറ്റേ പണ്ട് നമ്മള് പിന്നെ നരസിംഹത്തിൽ പറയുന്ന പോലെ വലിയ ചന്ദനാദിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹുവിന് ഇതേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് മൂപ്പര് ഒരു നമ്പർ പറയും, ആ നമ്പർ അതിന് ഡിവിഷൻ ചെയ്ത് അതിനെന്തെങ്കിലും വിഭജിച്ചിട്ട് വേറെ രീതിയിൽ പറയുമ്പോൾ ആ നമ്പർ മറന്നു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഖുർആനിലെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ അഅറാഫിൽ 7:54, സൂറത്ത് യൂനുസിലെ 10:3, സൂറത്തുൽ ഹൂദിലെ 11:7, ഫുർഖാനില് 59-ാമത്തെ വചനം. ഈ വചനത്തിലൊക്കെ പറയുന്നത് എന്താണ്? 6 ദിവസങ്ങളിലായിട്ടാണ് ആകാശവും ഭൂമിയും, ആകാശവും പ്രപഞ്ചവും എന്നല്ല കേട്ടോ, ആകാശവും ഭൂമിയും എന്നാണ് പറയുന്നത്. ഓക്കെ, സമാവാത്തി വൽ അർള് എന്നുള്ള പ്രയോഗമാണ് പറയുന്നത്. 6 ദിവസങ്ങളാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, അവനത്രേ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അർഷ് എന്ന് പറഞ്ഞ സാധനം കസേരയിലാണ് ഇരിക്കുക. ഓക്കെ, 6 ദിവസങ്ങൾ സൃഷ്ടിച്ചു. ഇതേ പ്രശ്നം അള്ളാഹുവിനുണ്ട്. ഈ അള്ളാഹു ഈ പറഞ്ഞ 6 ദിവസത്തിൽ സൃഷ്ടിച്ചത് വിഭജിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ. എങ്ങനെയാണ് ഈ 6 ദിവസത്തിന്റെ ഡീറ്റെയിൽ എന്ന്? 6 ദിവസത്തിന്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ്. സൂറത്തിൽ 41-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ഫുസ്സിലത്തിൽ ഇങ്ങനെയാണ് വിഭജിക്കുന്നത്. 6നെ വിഭജിക്കുകയാണ് കേട്ടോ. 6 ദിവസങ്ങളിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ ആകാശഭൂമിയുടെ സൃഷ്ടിച്ചതെന്നുള്ള പറഞ്ഞിട്ടുള്ള അള്ളാഹു 6 ദിവസത്തിന് വിഭജിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്ത് പറയണം. അതിന്റെ ഡീറ്റെയിലേക്ക് പോവാണ്. നീ പറയുക, 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവന് നിങ്ങളെ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത്? അവനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവ്. ഇത് സൂറത്തുൽ ഫുസ്സിലത്തിലെ 9-ാമത്തെ വചനമാണ്. അതിന്റെ തൊട്ടതാഴെ അവിടെ 2 ദിവസങ്ങളിലായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അതിന് വജഅല ഫിഹാ, ആ ഭൂമിയിൽ അതിൽ, അത് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഭൂമിയിലാണ് ഇനി അടുത്ത പരിപാടി. അതിന്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഓർമ്മയില്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഈ അള്ളാഹുവിനെ പോലെ ഓർമ്മ കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം 2 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി, അതിനുശേഷം അതിൽ ഭൂമിയുടെ മേലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു, ആഹാരങ്ങൾ വ്യവസ്ഥ ചെയ്തു. അത് എത്ര ദിവസം കൊണ്ടാണ്? 4 ദിവസം. അപ്പൊ പറഞ്ഞ 2 പിന്നീട് പറഞ്ഞ 4 ചേർത്തിട്ട് മൊത്തം ദിവസം ഇപ്പൊ 6 ആയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഓർമ്മപ്പിശ ഉള്ളതുകൊണ്ട് മാത്രം പറയുക. അതെ, അള്ളാഹുവിനെ പോലുള്ള ഓർമ്മയാണെങ്കിൽ നമ്മളെ പഴയ വലിയ ചന്ദനാദി എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യല്ല, അതൊരു തമാശയിൽ എടുത്താൽ മതി. ഓക്കെ, 2 ദിവസം കൊണ്ട് ഭൂമി ഉരുട്ടിട്ട് മണ്ണ് കുഴച്ച് ഉരുട്ടി സെറ്റാക്കി ഉരുണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് 4 ദിവസത്തിൽ കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള്, മലകള് എന്നൊക്കെ വെച്ചിട്ട് ഇതിന് സെറ്റാക്കി വെക്കുന്നു. 6 ദിവസം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നേരെ അടുത്ത വചനത്തിലേക്ക് പോവാണ്. 11-ാമത്തെ വചനം. പിന്നെ അവൻ ആകാശത്തിന് നേർക്ക് തിരിഞ്ഞു, അതൊരു പുകയായിരുന്നു. ഇത് മൊത്തം പുകയാണ്. എന്നിട്ട് അതിനോടും ഭൂമിയോടും ഇതിന്റെ വിശദീകരണമായിട്ട് നമ്മള് ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുവും ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്താന്നുള്ള ഈ വിശദീകരണം. നമ്മള് ഇന്ന് നമ്പറിലുള്ള തെറ്റുകൾ മാത്രമാണ് പിടിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഇന്ന് പിടിക്കുന്നില്ല തൽക്കാലം. ഓക്കെ, അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ അനുസരണപൂർവ്വമോ നിർബന്ധിതമായോ വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. കാർട്ടൂൺ ഡയറക്ടറുള്ള കഥ. അവിടെ ഒരു കാര്യം, ഏത് രണ്ടിനോടുമാണ് പറഞ്ഞത്? പുകയായിരിക്കുന്ന ആകാശത്തിനോടും ഭൂമിയോടും. ഒന്ന് പുകയാണ്, രണ്ടാമത്തെ കാര്യം ഭൂമിയാണ്. അപ്പൊ അത് 2 എന്താണെന്ന് പിന്നീട് സംശയാർത്ഥം വരാതിരിക്കാനാണ് അവ രണ്ടിനോടും. അപ്പൊ അവ എന്ന് പറഞ്ഞത് 2ആണ്. ഒന്നിൽ കൂടുതലുള്ള സമയത്താണ് അവ എന്ന് പറയുക. ഓക്കെ, അവ രണ്ടിനോടും പറയും. ഈ ബാക്കിയൊന്ന് വായിക്കുകയോ. പറഞ്ഞു, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. നമ്മള് ചില ആനിമേഷൻ മൂവിയൊക്കെ കാണുന്ന പോലെ ഭൂമിയൊക്കെ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, പുകയും പറയാണ്. അപ്പൊ അള്ളാഹുവിന് ഒരുപാട് ദൂരെ ആയിരിക്കും ഈ പുകയും ഭൂമിയും. നിങ്ങൾ നിർബന്ധിതപൂർവമായിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ചോ അനുസരണപൂർവമായോ വരിക എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും വന്നു. അപ്പൊ കുറച്ച് ദൂരെ ആയിരിക്കും അല്ലെ? അള്ളാഹുവിന് കുറച്ച് ദൂരെയാണെങ്കിൽ ഇവർ കുറച്ച് ദൂരെ ആയിരിക്കും. അങ്ങോട്ട് വരി നിങ്ങളെല്ലാരും വരി കോയാന്ന് പറഞ്ഞിട്ട് അപ്പൊ 2 കോയമാരും വരികയാണ്. പുക എന്ന കോയയും ഭൂമി എന്ന കോയയും കൂടെ വരികയാണ്. എന്നിട്ട് പറയും, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നത്, നമ്മളിവിടെ ഹാജർ സാർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ മുമ്പ് നേരെ എന്താ ചെയ്യണേ? രണ്ടാം കൂടെ ഹാജരായപ്പോ അടുത്ത വചനത്തിലേക്ക് പോവാണ്. അങ്ങനെ 2 ദിവസങ്ങളിലായി, വീണ്ടും 2, അങ്ങനെ 2 ദിവസങ്ങളിലായി അവ 7 ആകാശങ്ങളാക്കി തീർത്തു. ഉള്ളിയൊക്കെ അരിയുന്ന പോലെ. നേരത്തെ പറഞ്ഞ 2 അവ രണ്ടും എന്ന് പറഞ്ഞപ്പോ അത് ഭൂമിയും പിന്നെ പുകയുമായിരുന്നു. അപ്പൊ ഇവിടെ വരുന്ന അവ എന്ന് പറയുമ്പോ അവയെ അവൻ 7 ആകാശങ്ങളാക്കി. അപ്പൊ ഭൂമിയെയും ഈ പുകയായിട്ടുള്ള സാധനം കൂടെ ചേർത്തിട്ട് 7 ആകാശങ്ങളാക്കി എന്ന് വായിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവ എന്നുള്ളതിലൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇവിടെ അവയെ എന്ന് പറയുമ്പോഴുള്ള കുഴപ്പം,
ഒന്ന് പുക എന്നുള്ളൊരു സാധനം ആണ് അവ കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു കാരണവശാലും പുകയെ അവ എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? പുക അൺകൗണ്ടബിൾ ആണ്. അപ്പം ഒരു പുക, രണ്ട് പുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ അപ്പൊ ഒരടുത്ത് നിൽക്കാനുള്ള ഒരു പുക തരുമോ എന്ന് ചോദിക്കും. അത് വേറെയാണ്. പുക എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളിൽപ്പെടാണ്. ഒരു വായു, ഒരു വെള്ളം ചായക്കടയൊക്കെ ചെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കട ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അർത്ഥത്തിൽ ഒരു വെള്ളം എന്ന് പറയാം. അല്ലാതെ ഒരു വെള്ളം, ഒരു വായു, ഒരു പുക എന്നൊന്നും ഭാഷയിൽ പറയാൻ പാടില്ല. അത് മലയാള ഭാഷയിൽ മാത്രമല്ല, അറബി ഭാഷയിലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യം ആകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഒരു പുകയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു പ്രശ്നമുണ്ട്. പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബൺ ഉൾക്കൊള്ളുന്ന ഒരു ഗ്യാസ്, ഒരു ഗേഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാർബൺ പ്രൈം ആയിട്ടുള്ള ഒരു മാറ്റർ ആയിട്ടും ഉള്ള ഒരു സാധനത്തെയാണ് നമ്മൾ സ്മോക്ക് അല്ലെങ്കിൽ പുക എന്ന് പറയുക. അത് യഥാർത്ഥത്തിൽ ഒരു വസ്തു, ഒരു ഖരവസ്തു, അല്ലെങ്കിൽ ഒരു വാതക വസ്തു, അല്ലെങ്കിൽ ഒരു ദ്രാവക വസ്തു കത്തിത്തീരുമ്പോ കത്താതെ അവശേഷിക്കുന്ന സാധനത്തിനുണ്ടാകുന്ന സാധനമാണ് ഈ കാർബൺ എന്ന് പറയുന്നത്. ഒരു സാധനം കത്തും. അപ്പോ ഇത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തില് പ്രപഞ്ചം അതെങ്ങനെ ഉണ്ടായി? കോസ്മിക് ഡസ്റ്റ് എന്നൊരു സംഭവം ഉണ്ട്. അത് ആ കോസ്മിക് ഡസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഈ സൗരയൂഥം അടക്കമുള്ള എല്ലാ ഗാലക്സികളും ഉണ്ടായിട്ടുള്ളത്. ഇത് ശാസ്ത്രീയ പഠനമാണ്. അതിനെ കോസ്മിക് സ്മോക്ക് ആക്കി. ഖുർആനിൽ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഡസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്, സ്മോക്ക് കൊണ്ട് ഉണ്ടാക്കിയത് ആകാശങ്ങളെയാണ്. അപ്പോ തന്ത്രപൂർവം ഈ കോസ്മിക് ഡസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തെ കോസ്മിക് സ്മോക്ക് ആക്കിയിട്ട് ഈ പറഞ്ഞ വചനത്തിൽ പറഞ്ഞിട്ടുള്ള സ്മോക്ക്, പുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളതാണ്, പുക വേറെ, പൊടി വേറെ. ധൂമം, പുകയും പൊടിയും. ഈ പറഞ്ഞ സമയത്ത് എങ്ങനെ ഭൂമി അവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ശാസ്ത്രമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും, ആ സൈഡിലേക്ക് മാറി നിൽക്കുക എന്ന് പറയും. 1378 വർഷങ്ങൾക്ക് മുമ്പ് ആണ് പ്രപഞ്ച വികാസം തുടങ്ങിയെന്നാണ് നമ്മൾ പഠിച്ചു വരിക. പ്രപഞ്ചം ഉണ്ടായതല്ല, പ്രപഞ്ച വികാസത്തിന്റെ തുടക്കം 1378 വർഷം മുമ്പാണ്. തുടക്കമാണ്. ഒടുങ്ങിയിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ 1378 കോടി വർഷങ്ങളായിട്ട് പ്രപഞ്ച വികാസം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിപ്പ് അവസാനിച്ചോ? ഇല്ല. പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകുന്നു, പുതിയ നെബുലകൾ ഉണ്ടാകുന്നു, പുതിയ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ഗാലക്സികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ച വികാസം തുടങ്ങി ഇന്നേ വരെയും പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്ന ഈ സാധനം, പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ, വികാസം അവസാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ഭാഷയിൽ പ്രപഞ്ച വികാസം, പ്രപഞ്ച സൃഷ്ടി എന്ന് ഇവർ പറയുന്ന സാധനം അവസാനിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു എത്ര ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണ്? 6 ദിവസം കൊണ്ട് അവസാനിക്കും. ആ 6 ദിവസം, ഒന്നാമത്തെ ദിവസം ചെയ്ത പരിപാടി എന്നാണ്? ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പം ആകാശം സൃഷ്ടിച്ച എത്രാമത്തെ ദിവസമാണ് എന്ന് ചോദിക്കുമ്പോൾ 7ാമത്തെ ദിവസമാണെന്ന് പറയേണ്ടി വരും. ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു. അടുത്ത 4 ദിവസം കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ അതിൽ ക്രമീകരണങ്ങളൊക്കെ നടത്തി പർവ്വതങ്ങളൊക്കെ സ്ഥാപിച്ചു വെച്ചു, ആഹാരമൊക്കെ വ്യവസ്ഥ ചെയ്തു. അതിനുശേഷം സുമ്മ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം അതിനുശേഷം എന്നാണ്. അതോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് പുതിയ വ്യാഖ്യാതാക്കളൊക്കെ ഇത് ശരിയാക്കാനായിട്ട് കൊണ്ടുണ്ട്. അതോടൊപ്പം, അതായത് ഭൂമിയുടെ മേൽ അള്ളാഹു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സമയത്ത് അള്ളാഹു ആകാശത്തിന്റെ മേലും പണിയെടുത്തിരുന്നു എന്ന് കാണിക്കാനായിട്ടൊക്കെ സുമ്മ എന്ന് പറയുന്ന ആ അറബി വാക്കിന് ഖുർആനിൽ ഒരിടത്തും ഇല്ലാത്ത വേറൊരർത്ഥം. എന്താ അർത്ഥം? അതിനോടൊപ്പം എന്ന രീതിയിൽ ചില അർത്ഥങ്ങളൊക്കെ കൊടുത്ത് ഇന്നത്തെ തർജ്ജമക്കാർ എഴുതി വയ്ക്കുന്നു. അതിന്റെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ഒക്കെയും അതിനുശേഷം, പിന്നീട് എന്ന് തന്നെയാണ്. അപ്പോ പിന്നീട് എന്ന് പറയുമ്പോൾ 6 ദിവസത്തിന് ശേഷം 7ാമത്തെ ദിവസവും 8ാമത്തെ ദിവസവും കൊണ്ടാണ് ആകാശത്തിന്റെ പണി തീർക്കുക. എന്നിട്ട് 8ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമാണ് സമീപസ്ഥമായ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ഇസ്ലാമിക പണ്ഡിത ഭാഷ്യത്തിൽ അല്ലെങ്കിൽ ദൈവപ്രവർത്തന ഭാഷ്യത്തിൽ നമ്മുടെ ദൃശ്യപ്രപഞ്ചം. ഓക്കെ, ആ ദൃശ്യപ്രപഞ്ചത്തില് സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങൾക്കിടയിൽ കൊണ്ടുപോയി വെച്ചത് ഈ ഖുർആൻ വചനം. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 7ാമത്തെ ദിവസവും 8ാമത്തെ ദിവസമാണ്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചത് ഭൂമിക്ക് മുമ്പ് തന്നെ സൂര്യൻ രൂപം കൊണ്ടു, ആ നക്ഷത്രം അവിടെ ഉണ്ടായത് കൊണ്ട് ആ നക്ഷത്ര ചുറ്റും ഉണ്ടായിരുന്ന ധൂമം അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ ഈ പറഞ്ഞ തന്മാത്രാ രൂപത്തിലുള്ള പ്രപഞ്ച വസ്തുക്കൾ, അവയൊക്കെ ചെറിയ കണങ്ങൾ വലിയ കണങ്ങളോട് കൂടി ചേർന്ന് അവ ഓരോ കണത്തിനുമുള്ള ആകർഷണ ശക്തി കാരണം അവയൊക്കെ സമ്മേളിച്ച് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി. അത് നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ഉണ്ടായതിന് ഏതാണ്ട് 50,000 മുതൽ ഉള്ള വർഷം, 5 ലക്ഷം വരെയുള്ള വർഷത്തിനുള്ളിലാണ്, അല്ലെ 50 ലക്ഷം വരെയുള്ള വർഷം ഒരുപക്ഷെ എടുത്തിരിക്കാം. അപ്പൊ അത്രയും പ്രായവ്യത്യാസം, 50 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള പ്രായവ്യത്യാസം, പ്രായത്തിന്റെ മൂപ്പാർക്കുണ്ട്? സൂര്യൻ ചേട്ടനുണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുക, ഭൂമിയെക്കാൾ. പക്ഷേ
അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ഭൂമിയാണ്. അപ്പൊ ഭൂമിയുടെ സൃഷ്ടി എപ്പോഴായിരിക്കണം? 1378 കോടി വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. വർഷം മുമ്പ്. പക്ഷെ നമ്മൾ പഠിച്ചിടത്തോളം 456 കോടി വർഷത്തിന്റെ പഴക്കമേ നമ്മുടെ ഭൂമിക്കുള്ളൂ. അതിന് ഏതാണ്ട് ഒരു 50 ലക്ഷം വർഷത്തിന്റെ പഴക്ക കൂടുതൽ മാത്രമേ സൂര്യനുള്ളൂ. പ്രശ്നം എന്താ വെച്ചാൽ 930 കോടിയോളം വർഷം ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് മറന്നുപോയോ എന്നൊരു സംശയം. അതെ അതെ. ഇവിടെ ഇവിടെയുള്ള ഫസ്റ്റ് പ്രശ്നം 2+4+2 അപ്പൊ അതിന് 8 ദിവസമായി. മൂപ്പര് നേരത്തെ പറഞ്ഞ ഗർഭകാലത്തിൽ പറഞ്ഞ അതേപോലുള്ള പ്രശ്നമാണ്. 2 വർഷം മുലകുടി എന്ന് പറഞ്ഞിട്ട് 30 മാസം മുലകുടി പ്രസവവും എല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ട് അതേപോലെ പാളിപ്പോയ പോലെ ഇവിടെ 6 പറഞ്ഞ എല്ലാ 6നെയും ഇവിടെ തള്ളിയിട്ട് ഇവിടെ എന്താവുന്നു, നേരെ പോയിട്ട് 8 ദിവസമായിട്ട് എണ്ണും. എന്നിട്ട് ആ 8നെ പിടിച്ചിട്ട് എങ്ങനെങ്കിലും 6 ആക്കാനുള്ള വിക്രിയകളാണ് ഈ പണ്ഡിതന്മാര് മൊത്തം ഇരുന്നിട്ട് മുഫസ്സിറുകളൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ 6ന്റെ കണക്ക് തന്നെ എടുത്തിട്ട് ഈ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നമ്മുടെ സഹീഹ് മുസ്ലിമിലെ 2789 അതിൽ ഇങ്ങനെയാണ് പറയുന്നത്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി എന്റെ കൈ പിടിച്ചുകൊണ്ട്, അല്ല അബൂ ഹുറൈറ അവിടെ വരൂ, കൈ പിടിച്ചിട്ട് പറയാണ്, ശനിയാഴ്ച ദിവസമാണ് മണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത്, ഞായറാഴ്ച അതിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. അവിടെ തന്നെ പാളി. പർവ്വതങ്ങൾ ആദ്യത്തെ 2 ദിവസത്തിലല്ല ഉണ്ടാക്കിയതെന്നാണ് പിന്നത്തെ 4 ദിവസത്തിലാണ് ഖുർആനിൽ പറയുന്നത്. ആ ദിവസത്തില് ഭൂമി ഉരുട്ടുകയാണ് ചെയ്തത്. മൂപ്പര് ഉരുട്ടി ശരിയാക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പർവ്വതങ്ങൾ മറ്റുള്ള സാധനങ്ങളൊക്കെ 4 ദിവസത്തിലാണ്. ഇവിടെ പറഞ്ഞ എന്താ, ശനിയാഴ്ച ദിവസമാണ് മണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത്. മണ്ണിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയായിട്ട് എടുക്കാം. ഓക്കെ. ഞായറാഴ്ച അതിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. ആദ്യത്തെ 2 ദിവസത്തിൽ പർവ്വതം വന്നു. എന്നിട്ട് വൃക്ഷങ്ങളെ തിങ്കളാഴ്ചയും വെറുക്കപ്പെട്ട അത് കറാഹത്തായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, ചൊവ്വാഴ്ചയും. അതിലിപ്പോഴും ഇതിൽ ചൊവ്വാഴ്ചയില മറ്റേ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. ചൊവ്വാഴ്ച അത്ര ചൊവ്വല്ല എന്നുള്ള ചൊവ്വാദോഷമുള്ളതാ ചൊവ്വാഴ്ച ഉണ്ടാക്കി. പ്രകാശത്തെ ബുധനാഴ്ച ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട്? തിങ്കളാഴ്ച മരങ്ങളെ ഉണ്ടാക്കി, അപ്പോ പ്രകാശത്തെ ബുധനാഴ്ച ഉണ്ടാക്കി. ഫോട്ടോസിന്തസിസ് ഒക്കെ മരങ്ങൾക്ക് അത്യാവശ്യമല്ലേ ജീവിച്ചു പോകാനായിട്ട്? പാവങ്ങൾക്ക് 2 ദിവസം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് വേണ്ട എന്നുള്ള പരിപാടിയിലുണ്ടോ? ആദ്യം പ്രകാശത്തെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരങ്ങളെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ കണക്കിലൊരു ശരി വന്നില്ല അല്ലേ? ഫോട്ടോസിന്തസിസിനൊക്കെ പ്രകാശം അത്യാവശ്യമാണ്. ചെറിയ പ്രകാശം എന്ന് പറയാം, LED ബൾബ് കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയില്ല. അപ്പൊ കാര്യമായിട്ടുള്ള വലിയ എന്താ പറയാ സൂര്യനെ പോലെ അടുത്ത നക്ഷത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുള്ളൂ. പക്ഷേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാക്കി ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങർക്ക് പ്രകാശത്തെ ഉണ്ടാക്കുന്നത്. ബുധനാഴ്ചയാണ് പ്രകാശത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം കംപ്ലീറ്റ് ഇരുട്ടിലാണ് സൃഷ്ടി പരിപാടി. മരങ്ങളെ ഉണ്ടാക്കിയത് ഇരുട്ടിലാണ്, ഭൂമിയെ ഉണ്ടാക്കിയത് ഇരുട്ടിലാണ്, പർവ്വതങ്ങളെ സ്ഥാപിച്ചത് ഇരുട്ടിലാണ്. ചൊവ്വല്ലാത്ത സാധനങ്ങളെ അതിലപ്പോ എനിക്ക് തോന്നുന്നു പട്ടി, പന്നി, അങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കുറെ സാധനങ്ങൾ. കറാഹത്തുള്ള ഞണ്ടൊക്കെ വരും കേട്ടോ. കറാഹത്താണ് ഞണ്ടൊക്കെ ആൾക്കാര് അങ്ങനത്തെ സാധനങ്ങൾ ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. ആദ്യത്തെ 4 ദിവസം അള്ളാഹു ഇരുട്ടത്തിരുന്നിട്ടാണ് നിർമ്മാണ പ്രക്രിയ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ മരമൊക്കെ ഇരുട്ടത്തിരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം ആകുമ്പോൾ മരമൊക്കെ വാടിപ്പോയില്ലേ? ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ മാവോ പ്ലാവോ ഒക്കെ ആണെങ്കിൽ 1-2 ദിവസമൊക്കെ ഇരുട്ടത്തൊക്കെ നിന്നോളൂ. ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ പരിപാടി ആകെ പ്രശ്നമാണ്. ഫോട്ടോസിന്തസിസ് നടക്കില്ല. ചെറിയ കണക്കിൽ അത് പോട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കാര്യം നോക്കാം. വ്യാഴാഴ്ച അതില് നമ്മള് ഈ ദിവസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം അതില് ബുധനാഴ്ച സൃഷ്ടി, പിന്നെ എന്ത് ചെയ്യുന്നു, ചൊവ്വ അല്ലാത്ത സാധനങ്ങൾ സൃഷ്ടിച്ചു, പ്രകാശത്തെ ബുധനാഴ്ചയും സൃഷ്ടിച്ചു. ജീവജാലങ്ങളൊക്കെ മൊത്തം ഉണ്ടാക്കിയത് വ്യാഴാഴ്ചയാണെന്ന് അതിൽ പറയുന്നുണ്ട് കേട്ടോ. വ്യാഴാഴ്ചയാണ് ബാക്കി ജീവജാലം എന്ന് പറയുമ്പോ മരങ്ങളും ചെടികളൊക്കെ ജീവജാലത്തിൽ അള്ളാഹു പെടുത്തിയിട്ടില്ലേ? ജീവനുള്ള അള്ളാഹുവിന് അത് ജീവികളല്ല, ജീവനില്ല മരത്തിന്. മരം ജീവൻ വെക്കുക അവസാന കാലഘട്ടത്തിൽ ജൂതന്മാർ ഒളിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അത് ഗർഗത് മാത്രം അവിടെ പറയില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം മലകളും കല്ലുകളും ഒക്കെ സംസാരിക്കും കേട്ടോ. അവിടെ വിളിച്ചു പറയേണ്ട വരൂ മുസ്ലിം, അല്ലയോ മുസ്ലിമെ വരൂ, എന്റെ പിന്നിൽ ഒരു ജൂതനെ ഒളിച്ചിരിക്കുന്നു, വന്ന് കൊന്നുകൊള്ളു. വളരെ സ്നേഹപൂർവ്വം മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മരങ്ങൾ വിളിച്ചു പറയും, കല്ലുകളും വിളിച്ചു പറയും. ജൂതന്മാരോട് വിരോധമുള്ളതുകൊണ്ടാണ്. പോട്ടെ, എന്തായാലും മരങ്ങൾ സംസാരിക്കും, അതൊന്നും കുഴപ്പമില്ല. എനിക്കെന്റെ സംശയം, ഈ ദിവസം എന്ന് പറയുന്നത് ഒരു രാത്രിയും ഒരു പകലും ഉൾക്കൊള്ളുന്ന കാലഘട്ടത്തെ അല്ലേ? അതായത് ഒരു ഉപഗ്രഹം അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ പൂർണ്ണമായിട്ട് 360 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയത്തെ ആണ് നമ്മൾ ദിവസം എന്ന് പറയും. അതായത് ഭൂമി പോലുള്ള ഒരു ഗ്രഹത്തിലാണെങ്കിൽ രാവും പകലും അതിന്റെ ചില പ്രദേശങ്ങളിൽ, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ട് സംഭവിക്കുന്ന, എന്നാൽ ധ്രുവ പ്രദേശങ്ങളിൽ അത്ര സാധാരണമല്ലാത്ത ഒന്നാണ്
ഈ കൃത്യമായിട്ട് രാവും പകലും മാറി വരും. എങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറായിട്ട് കണക്ക് കൂട്ടുന്നത് അതിന്റെ സാങ്കല്പ വെച്ചുകൊണ്ടിൽ ഭൂമി ഒരു വട്ടം ഭ്രമണം ചെയ്യാൻ സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയത്തെയാണ്. അവിടെ രാവും പകലും നിർബന്ധമാണ്. അപ്പൊ ഈ പ്രകാശം ഉണ്ടാക്കുന്നതിന് മുമ്പ് ശനിയാഴ്ചയും ഞായറാഴ്ച എങ്ങനെയാണ് പകൽ ഉണ്ടായതെന്നാണ് എന്റെ ഒരു സംശയം. കാരണം പ്രകാശം ഉണ്ടെങ്കിലേ പകൽ ഉണ്ടാകും. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആകണമെങ്കിൽ ശനിയാഴ്ച പകല് വെളിച്ചം വേണം, ഞായറാഴ്ച പകല് വെളിച്ചം വേണം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പകല് വെളിച്ചം വേണം. പക്ഷെ അള്ളാഹു വെളിച്ചത്തെ സൃഷ്ടിക്കുന്നത് ബുധനാഴ്ചയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കണക്കുകളൊന്നും ശരിയാവുന്നില്ല ഗംഗാധര എന്ന് ചോദിച്ച പോലുള്ള ഒരു സാധനമാണ് പഞ്ചാബി ഹൗസിലെ. പക്ഷെ അവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ പെയിന്റ് കൊണ്ടുവരണ്ട. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 6 ദിവസങ്ങളിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ച്. എല്ലാടോ 1350 കോടി വർഷമല്ലേ ഇപ്പം കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ വികാസം തന്നെ തുടങ്ങിയിട്ട് അത്രയും കാലമില്ലേ? വെറും 6 ദിവസം. അത് 6 ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ 6 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നവനാണ് കൊഞ്ഞനം കുത്തുന്ന ഹദീസാണ് ഇത്. ശനിയാഴ്ച ഓരോ ദിവസത്തിനും പേരിട്ടിട്ടാണ് അങ്ങനെ നമ്പർ വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോ ഇപ്പൊ ഇന്നലെ ചെടി കുഴിച്ചിട്ട് നാളെ വെളിച്ചുണ്ടാക്കിയൊക്കെ ഒരു ദിവസമൊക്കെ ചെടി അത്യാവശ്യമൊക്കെ പിടിച്ചിരുന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം പ്രകാശം കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോ മറ്റേ സാധനം അവിടെ കുത്തും. ഏത് 6 ദിവസം എന്നുള്ള 1350 കോടി. അള്ളാഹുവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. മനുഷ്യർ എണ്ണിക്കണക്കാക്കുന്ന 50,000 ദിവസങ്ങളാണ്, അല്ല സോറി 50,000 വർഷങ്ങളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ചുമ്മാ ഒന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, സമയമെടുത്തു. നിങ്ങൾ പറയുന്ന എണ്ണിക്കണക്കാക്കുന്ന ദിവസമല്ല. യൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഘട്ടം എന്നൊരു അർത്ഥമാണ്. ഓക്കെ, ഘട്ടം എന്നൊരു ആയിക്കോട്ടെ. അങ്ങനെ 6 ഘട്ടങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ 6 ഘട്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഘട്ടം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഘട്ടമാണ്. അള്ളാഹുവിന്റെ ഘട്ടത്തെ കുറിച്ച് ഇവിടെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? 1000 വർഷങ്ങൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 50,000 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ഘട്ടം എടുത്താലും ഒന്നുകിൽ 6000 ദിവസം എടുത്തുകൊണ്ട് 6000 വർഷം എടുത്തുകൊണ്ട് അള്ളാഹു ഭൂമിയും ആകാശമൊക്കെ ഉണ്ടാക്കി, പ്രപഞ്ചം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3 ലക്ഷം വർഷം എടുത്തുകൊണ്ട് അള്ളാഹു ആകാശഭൂമികൾ ഒക്കെ സൃഷ്ടിച്ചു. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൊത്തം പ്രപഞ്ചം. പ്രപഞ്ചം. അപ്പൊ ഈ ചങ്ങാതി ഈ 1025 കോടി വർഷങ്ങൾക്ക്, ക്ഷമിക്കുക 1215 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു നക്ഷത്രമുണ്ട്, പ്രപഞ്ചത്തിലെ ഏറ്റവും പഴയ നക്ഷത്രം. ഏറ്റവും പുതിയ നക്ഷത്രം ഉണ്ടായിട്ട് ഒരു പക്ഷേ 1 സെക്കൻഡ് പോലും ആയിട്ടുണ്ടാവില്ല. കാരണം 1 സെക്കൻഡിന് സമയത്തിനുള്ളിൽ ഏതാണ്ട് 1500ഓളം നക്ഷത്രങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്ക് ശാസ്ത്രം അപഗ്രഥിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും പുതിയ നക്ഷത്രങ്ങളുണ്ട്. ഇതിനിടയ്ക്കാണ് അള്ളാഹു ഈ കംപ്ലീറ്റ് നിർമ്മാണ പ്രക്രിയ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അതിന്റെ പ്രശ്നം കിടപ്പുണ്ട്. അപ്പൊ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. നമ്മൾ ഫുസിലത്ത് സൂറത്ത് എടുത്തു കഴിയുമ്പോൾ 2 + 4 + 2 എന്നെടുക്കുമ്പോൾ സമം 8 എന്ന് കിട്ടും. അള്ളാഹു ഏതാണ്ട് ഖുർആനിലെ 10ഓളം ആയത്തുകളിൽ 6 ദിവസം കൊണ്ടാണ് 6 ഘട്ടം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിനി 2 + 4 + 2 സമം അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം 6, ചാക്കോ മാഷിന്റെ കണക്ക് പ്രകാരം 8. അപ്പൊ ചാക്കോ മാഷാണോ അള്ളാഹു ആണോ ശരി എന്നൊരു ചോദ്യം വീണ്ടും ഉദിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദിവസം പറയുമ്പോൾ അള്ളാഹുവിന്റെ ദിവസത്തെ പറ്റിയിട്ട് ഖുറാനിൽ ഒരു വചനം ഇങ്ങനെയാണ്. 22-ാമത്തെ അധ്യായം. നബിയെ, നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാണ്. എനിക്ക് അതിന്റെ ഒരു റിലേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ടൈം ഡയലേഷനോ വല്ലതും ആണോ എന്ന് എനിക്കറിയില്ല. ഇനി അതേപോലെ വേറൊരു വചനം ഇങ്ങനെയാ പറയണത്. അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു. പിന്നീട് ഒരു ദിവസം കാര്യം അവനിലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ഒരു ദിവസത്തിന്റെ അളവ്. അവിടെ വീണ്ടും അത് കൺഫേം ചെയ്യണം. എങ്ങനെയാ പറയുന്നത്? അതെങ്ങനെ? അതിലേക്ക് സംശയം വരുന്നുണ്ട്. ഇപ്പൊ ഈ മുഹമ്മദിനെ സൈനബിന് അള്ളാഹു കല്യാണം കഴിച്ചു കൊടുത്തല്ലോ, നമ്മളാരും അറിഞ്ഞിട്ടില്ല, അവിടുത്തെ നാട്ടുകാരും അറിഞ്ഞില്ല. അള്ളാഹു നേരിട്ട് കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ ദിവസം മണിയറ കൂടുകയെന്നോ അറ കൂടുകയെന്നൊക്കെ പറയുന്നു. അവിടെ മുഹമ്മദ് നബിയുടെ വീട്ടില് ഭക്ഷണ സാധനങ്ങളൊക്കെ വിളമ്പി, മുഹമ്മദ് നബിയുടെ കൂട്ടുകാരും ഒക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഇവരാരും തിരിഞ്ഞു പോകുന്നില്ല. അത് അപ്പോ ഒരു ആയത്ത് അള്ളാഹു ആകാശത്ത് നിറക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം അള്ളാഹുവിന്റെ സമയം അനുസരിച്ച് താഴോട്ട് വരാനായിട്ട് മുകളിലോട്ട് പോകാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷം. അപ്പൊ മുഹമ്മദ് നബി മരിച്ച് വീണ്ടും ഒരു 10,000 വർഷത്തിന് ശേഷമല്ലേ ഈ ആയത്ത് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ, ബിരിയാണി കഴിച്ചിട്ട് ആൾക്കാർ ബിരിയാതെ പോയപ്പോൾ അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് മുഹമ്മദിന് പറയാനൊരു നാണം തോന്നി. എടേ വിട്ടു പോകും, ഭക്ഷണമൊക്കെ കഴിഞ്ഞില്ലേ, വീട്ടിൽ പോകും, ഇതെന്റെ ആദ്യരാത്രിയാണ്. ഈ ആദ്യരാത്രി എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഭാര്യയുമായിട്ടുള്ള പഴയ മരുമകളായിട്ടുള്ള സൈനവുമായിട്ടുള്ള ആദ്യരാത്രിയാണ്. അത് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് മുഹമ്മദിന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട്
മുഹമ്മദിന് വേണ്ടിയിട്ട് അള്ളാഹു ആയത്തിറക്കുന്നുണ്ട്. മുഹമ്മദിന് അത് പറയാൻ ലജ്ജയുണ്ട്, പക്ഷേ അള്ളാഹുവിന് ലജ്ജയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരു ആയത്തിറക്കുന്നു. അപ്പൊ അതിന് 1000 വർഷം വേണം. അപ്പൊ ജിബ്രീല് ചുരുങ്ങിയത് 6236 ആയത്തുകളും കൊണ്ട് വരാനായിട്ട് കുറച്ച് ആയത്തുകളൊക്കെ കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് 10, 20, 30 സെറ്റായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും ഒരു 500, 600 തവണയെങ്കിലും മുഹമ്മദ് നബിയുടെ ഒരു 10,000 ദിവസത്തെ പ്രവാചക ജീവിതത്തിനിടയ്ക്ക് വന്നു പോയിട്ടല്ലേ ഒരു ദിവസം ഒരു തവണ എങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ക്ലിപ്പ് 4500 അടിച്ചിട്ടുണ്ടാവും. അതുണ്ടാവും. അതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉം. 45,000 വർഷം എടുത്താൽ പോരാ. ഒരു ദിവസം ഒരു എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷം ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടി വർഷങ്ങൾ ജിബ്രീൽ ഷട്ടിലടിച്ച് മുഹമ്മദിനും അള്ളാഹുവിനും ഇടയിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഈ അള്ളാഹുവിന് കണക്ക് അതിനിടയ്ക്ക് പറയുമ്പോ ഒരു സ്പേസ് ട്രാവലും നടത്തി, മൂപ്പരെയും കൊണ്ടുപോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതെങ്ങനെ ഒരു രാത്രി കൊണ്ട് പോയി വന്നത് എനിക്ക് അറിയില്ല. അള്ളാഹുലേക്ക് ഒരു കാര്യം പോകണമെങ്കിൽ ഉയർന്നു പോകണമെങ്കിൽ എത്ര സമയം വേണമെന്നാ പറഞ്ഞേ? അത് ഇങ്ങനെ 1000 നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ കണക്കാക്കുന്ന ഇങ്ങനെ പറയണം, അവരെങ്കിലേക്ക് ഉയർന്നു പോകുന്നു, നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ആ ദിവസത്തിന് കണക്ക്. അപ്പം ഈ ബുറാക്ക് ഉയർന്നു പോകാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാകും? ഹദീസുകൾ പഠിക്കുമ്പോൾ മുഹമ്മദ് നബി ഇശാ നമസ്കാരത്തിന് ശേഷം ഒന്നുകിൽ ഉമ്മുഹാനിയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ പറയുന്നത് പോലെ മസ്ജിദ് ഹറമില് മഖാമു ഇബ്രാഹിമിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്തോ ജിബ്രീൽ നമ്മുടെ ബുറാക്കുമായിട്ട് വന്നു വിളിച്ചുകൊണ്ട് പോയി. രാവിന്റെ 3-ാം യാമത്തിൽ, എന്നുവെച്ചാൽ നേരം വെളുക്കുന്നതിന് മുമ്പേ അങ്ങനെ തിരിച്ച് വീട്ടില് എത്തി അല്ലെങ്കിൽ ഉമ്മുഹാനിയുടെ വീട്ടിലോ അല്ലെങ്കിൽ മസ്ജിദ് ഒരു ഹറമിലോ 2-2.5 മണിക്കൂർ. അല്ലെ? അപ്പൊ അതുപോലെ ഇഷാ മുതൽ നേരം വെളുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 5 മണി വരെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8 മണിക്കൂർ ഇടാം. 8 മണിക്കൂർ സമയമാണ് അങ്ങനെ മുഴുവൻ ആകാശങ്ങളൊക്കെ കയറി ഇറങ്ങി വന്ന സമയം. പക്ഷെ ഒരു കാര്യം ഉയർന്നു പോകണമെങ്കിൽ എത്ര സമയം വേണമെന്ന് പറഞ്ഞ് 1000 വർഷം. ഇതൊന്നും 1000. പൊരുത്തപ്പെട്ടില്ലല്ലോ. ഇവിടെയും കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ദിവാകര. സാധനമാണ്, ഒന്നും ശരിയാവില്ല. ഇവിടെ ഈ പറഞ്ഞ കണക്കിലും പ്രശ്നമുണ്ട്. ഈ നമ്പർ വേറൊരു ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത് 50,000 കൊല്ലത്തിന്റെ അളവുള്ള ഒരു ദിവസത്തിൽ മലക്കുകൾ ആത്മാവും അവങ്കിലേക്ക് കയറി പോകുന്നു. 70-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ വചനം. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. വീണ്ടും ഖുറാനില് വേറൊരു വചനം 50,000 കൊല്ലത്തിന്റെ അളവുള്ള ഒരു ദിവസം. അതെന്താ 50,000 അവിടെ വന്നല്ലോ. 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം. അത് അള്ളാഹുവിന്റെ ഒരു ദിവസമാണെങ്കിൽ പിന്നെയും പ്രശ്നമാകും. ഈ മനുഷ്യർ എണ്ണി കണക്കാക്കുന്നുള്ള 50,000 വർഷമാണെങ്കിൽ ഈ പറയുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ലോകാവസാനം എന്ന് പറഞ്ഞാല് നമ്മുടെ അസ്രാഫീൽ എന്ന് പറയുന്ന മാലാഖ അങ്ങർക്ക് കയ്യിലേൽപ്പിച്ചിട്ടുള്ള ഒരു ഊത്ത് പിപിയുമായിട്ട് അവിടെ ഇങ്ങനെ നിപ്പുണ്ട്. അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു, അപ്പൊ പിപി മുഴക്കുന്നു, ലോകാവസാന പരിപാടികൾ ആരംഭിക്കുകയായി. കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യരും ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു. ആത്മാവുകളെയും കൊണ്ട് മലക്കുകൾ മാത്രമല്ല, റൂഹുൽ ഖുദുസും മലക്കുകളും. ഈ റൂഹുൽ ഖുദുസ് ആരാണെന്നുള്ളത് പോട്ടെ. അള്ളാഹുവിലേക്ക് കയറി പോകാനായിട്ട് എത്ര സമയം വേണമെന്ന് പറഞ്ഞ് 50,000. ഇവിടെ ഇപ്പം നോക്കുമ്പോ 50,000 കാണുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഒരു ദിവസം അവങ്കിലേക്ക് ഉയർന്നു പോകുന്നു, അതിന് വേണ്ടത് 1000 വർഷമാണ്. നിങ്ങൾ 1000 വർഷത്തിന്റെ അളവാണ്. വേറെ സ്ഥലത്ത് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ അളവാണ്. ഈ ലോകാവസാനം ആകുമ്പോഴേക്കും ഈ കയറി പോകാനുള്ള ഒരുപാട് ലോകം മൊത്തം ഇങ്ങനെ വിറഞ്ഞു നിൽക്കുകയല്ലേ. ഈ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്നു. ആകാശം ഇങ്ങനെ ആദ്യം ചുരുട്ടപ്പെടുകയും പിന്നെ കുഴമ്പ് രൂപത്തിൽ, റോസ് നിറമുള്ള കുഴമ്പ് രൂപത്തിൽ ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഫ്രിക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നു. ഈ ആകാശത്തിലേക്ക് പുറന്നു പോകുമ്പോൾ അത്ര ഈസി ആയിട്ട് ഈ കാര്യങ്ങൾക്ക് റൂഹുൽ ഖുദ്സിനും മലക്കുകൾക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ 1000 വർഷം കൊണ്ടൊന്നും മുകളിലോട്ട് പോകാൻ പറ്റുകയില്ല. ആകാശത്തെ ആകെ പ്രശ്നം പണ്ടാരടങ്ങി നിൽക്കുന്ന ആകാശമാണ്. അപ്പൊ കുറച്ച് കൂടുതൽ സമയം എടുക്കാം. കുറച്ച് വാസലിൻ പുരട്ടിയിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാന്ധിനഗർ സെക്ടർ സ്ട്രീറ്റില് ശ്രീനിവാസം വരില്ല, കുറച്ച് എണ്ണയും കരിയൊക്കെ പുരട്ടി രാത്രി കാക്കാൻ ഇറക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ ഒന്ന് കൊഴുപ്പിച്ച് വിട്ടാൽ, എണ്ണയൊക്കെ പുരട്ടി വിട്ട് കഴിഞ്ഞാൽ 1000 എന്നുള്ളത് 50,000 വർഷം എന്നുള്ളത് നമുക്ക് നേരത്തെ അള്ളാഹു പറഞ്ഞ പോലെ 1000 ആക്കി കുറയ്ക്കാം. ഇല്ലെങ്കിൽ അള്ളാഹുവിന് തെറ്റി പറ്റിയതെന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വേറൊരു വചനം ഇപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ ഇതിലിങ്ങനെ പറയണത് അത് ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാത്ത നിർമ്മിച്ചവൻ അത്രേ അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവൂ എന്ന് പറയുക മാത്രമേ വേണ്ടുള്ളൂ, ഉടനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണക്കൊക്കെ പാളിപ്പോലെ. അതെങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഭൂമി 2 ദിവസം കൊണ്ട് പിന്നെ 4 ദിവസം കൊണ്ട് സെറ്റ് ആക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ? വിനയം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഉണ്ടായി. ആ കുൻഫയക്കൂനിന്റെ കൂടെ മൊത്തം ആകാശങ്ങളും ഉണ്ടായിക്കോട്ടെ, ജീവജാലങ്ങളും ഉണ്ടായിക്കോട്ടെ, ഭൂമി ഉണ്ടായിക്കോട്ടെ എന്നങ്ങ് അള്ളാഹു കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായി തീർന്നില്ലേ?
പിന്നെ എന്തിനാണ് അള്ളാഹു ഈ 6 ദിവസങ്ങൾ അല്ലെ 6 ഘട്ടങ്ങൾ ഇല്ലെങ്കിൽ വെറും 6 വിനയം. വർഷം അല്ലെങ്കിൽ 3 ലക്ഷം വർഷം ഇങ്ങനെ ഏത് അള്ളാഹുവിന്റെ വർഷങ്ങളെ സംബന്ധിച്ച് ദിവസങ്ങളെ സംബന്ധിച്ചുള്ള പല പല കണക്കുകൾ ഈ കണക്കുകളെല്ലാം ശരിയാക്കാനായിട്ട് അള്ളാഹുവിന് ഈ പാടൊന്നുമില്ലായിരുന്നു. ഉണ്ടാകട്ടെ ഞാൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വിനയമാണ്, ഞാൻ വിനയമായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. ഞാനിത് ഷിയാബായി ഇങ്ങനെ ഇതിന് വേറെ രീതിയിൽ, ഞാൻ അള്ളാഹുവിന്റെ വിനയം, എനിക്കിത് ഇങ്ങനെ പറ്റും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ വളരെ പതുക്കെ 6 ദിവസമൊക്കെ എടുത്ത്, പക്ഷെ 6 ദിവസം ഇടുമ്പോ ഇവിടെ 1350 കോടി നമ്മളിപ്പം കാണുന്ന സാധനം തന്നെ. 1350 കോടി വർഷം, അള്ളാഹുവിന് 6 ദിവസം. പക്ഷെ മൂപ്പർക്ക് ഇതേ പറ്റുള്ളൂ. ടക്കെ സാധനം സെറ്റാണ് അവിടെ. മല, കാട്, പുലി, മാന്, മുയല്, കടുവ എല്ലാം സെറ്റാണ്. പക്ഷെ മൂപ്പർ അങ്ങനെ ചെയ്യൂല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഹിമാലയ പർവ്വത നിരകൾക്ക് ഏതാണ്ട് 5 കോടി വർഷത്തെ 5 പഴക്കമുണ്ട്. കോടി അത് പറ്റൂല, പക്ഷെ ഭൂമിയിൽ അത് സമ്മതിക്കൂല. 350 കോടി വർഷം പഴക്കമുള്ള പർവ്വത നിരകൾ വേറെ കിടപ്പുണ്ട്. അപ്പോ അതെങ്ങനെ ഏറ്റവും പറ്റിയ? ഹൈറ്റ് അത് പറ്റും, അതിൽ പ്രശ്നം വരും. 5 കോടി അതിൽ മുതൽ പ്രശ്നം വരും. 350 കോടി വർഷം വരെ പഴക്കമുള്ള പർവ്വതങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ഒറ്റ ദിവസം കൊണ്ട് ഈ പർവ്വതങ്ങളെ ശരിയാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിവസം വീണ്ടും ഒരു 345 കോടി വർഷം വരും. അതിന്റെ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നുന്നു. അതിൽ പ്രശ്നമാണ്, അത് സമ്മതിക്കില്ല. നമ്മൾ 2ാമത്തെ ദിവസം പർവ്വതം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ അടുത്ത് പർവ്വതം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കി വെച്ച പർവ്വതം അന്ന് നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും. അല്ലാണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹ്ക്ക് തെറ്റ് പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ അവിടെ വേറെ ആകെ കൺഫ്യൂഷനായി. കാരണം ഈ പർവ്വതങ്ങൾ ഭൂമിയിൽ സ്ഥാപിച്ചു. അപ്പൊ ഈ ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പർവ്വതങ്ങൾ മിച്ചം വന്നതായിരിക്കും അല്ലെ? ബാക്കി വന്ന മണ്ണുകൊണ്ട് ഉണ്ടാക്കിയായിരിക്കും. അല്ല, എനിക്ക് ചെറിയ സംശയം. നമ്മൾ നോക്കുമ്പോ മിക്കവാറും ഈ ഖരാവസ്ഥയിലുള്ള വാതക ഗോളങ്ങളുണ്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുണ്ട്. പിന്നെ ഈ റോക്സ് കൊണ്ട് അല്ലെങ്കിൽ പാറകൾ അല്ലെങ്കിൽ പറയുന്ന റോക്ക് കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഈ റോക്ക് കൊണ്ടുണ്ടാക്കിയുള്ള ഗ്രഹങ്ങളിലൊക്കെ ഉറപ്പായിട്ടും പർവ്വതങ്ങളും കാണുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഉപരിഭാഗത്തോട് കൂടിയ ഗ്രഹങ്ങളൊന്നും നമ്മുടെ അറിവിലില്ല. അപ്പൊ അവിടെ ഓക്കെ, എന്തായാലും പർവ്വതങ്ങൾ അള്ളാഹു സ്ഥാപിച്ചു, ഭൂമി സ്ഥാപിച്ച കാര്യമാണ് മൊത്തം പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും സ്ഥാപിച്ച കാര്യമാണെന്ന് അറിഞ്ഞിട്ട്. എന്തായാലും നക്ഷത്രങ്ങളിൽ അങ്ങനെ എന്തായാലും ഒരു ഈ പറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് വെച്ചില്ല. അത് നന്നായി. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം.